നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് നഗരസഭയിലെ നായാടിക്കുന്നുപാടിൽ നടത്തിയ നിർമ്മാണ പ്രവൃത്തികളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്താൻ കൗൺസിൽ തീരുമാനം. CPM ലോക്കൽ സെക്രട്ടറി കൂടിയാണ് മൻസൂർ. രേഖാമൂലം പരാതി ലഭിച്ച സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് ചെയർമാൻ. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് മൻസൂർ. ഒറ്റപ്പാലം നഗരസഭയിലെ കരട് വോട്ടർ പട്ടികയേക്കാൾ ക്രമവിരുദ്ധമാണ് അന്തിമ വോട്ടർ പട്ടികയെന്ന് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി. അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിട്ടും നഗരസഭാ സെക്രട്ടറി CPMന് വേണ്ടി വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചെന്നും ലീഗ് നേതാക്കൾ. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും നിലവിൽ മെമ്പറുമായ കൊറോഡൻ റംല CPMൽ നിന്നും രാജിവെച്ചു. സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണെന്നും രാജിക്ക് പിന്നിൽ ആരുടെയും പ്രേരണ ഇല്ലെന്നും റംല. ദീർഘകാലം മുസ്ലിം ലീഗിന്റെ പ്രവർത്തക കൂടിയായിരുന്നു കൊറോഡൻ റംല. കൊപ്പം ടൗണിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം നടപ്പാക്കും. സിഗ്നൽ സ്ഥാപിക്കാൻ റോഡ് സേഫ്റ്റി കൗൺസിലിന്റെ അനുമതി. തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. മുണ്ടൂർ തൂതപാതയിലെ തിരുവാഴിയോട് ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവാകുന്നു. ജംഗ്ഷനിൽ നടപ്പാക്കിയത് അശാസ്ത്രീയമായ ഗതാഗത പരിഷ്കരണമെന്ന ആക്ഷേപം. റൗണ്ട് ആനകൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതായി ഡ്രൈവർമാരും നാട്ടുകാരും. വൈജ്ഞാനിക നിയമസഭാ മണ്ഡലമാകാൻ പട്ടാമ്പി. പദ്ധതികൾ തയ്യാറാക്കാൻ തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നുള്ള വിദഗ്ധ സംഘം പട്ടാമ്പിയിൽ. ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളാണ് ലക്ഷ്യമെന്ന് MLA. വാർത്തകളിലേക്ക് വിശദമായി. മണ്ണാർക്കാട് നഗരസഭയിലെ നായാടിക്കുന്ന് വാർഡിൽ നടത്തിയ നിർമ്മാണ പ്രവൃത്തികളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്താൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. CPM ലോക്കൽ സെക്രട്ടറി കൂടിയായ കൗൺസിലർ K മൻസൂറിനെതിരെ SFI മുൻ നേതാവ് K ഷാനിഫ് നൽകിയ പരാതി കൗൺസിൽ ചർച്ച ചെയ്തതിന് ശേഷമാണ് തീരുമാനം. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് മൻസൂർ പറഞ്ഞു. കൗൺസിലർ K മൻസൂറിന്റെ വാർഡിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം കരാറുകാരനോട് പണം ആവശ്യപ്പെട്ടിരുന്നു. ആയതിൽ കരാറുകാരനോട് കൃത്യമായി പണി എടുക്കേണ്ടതില്ല എന്നും ഒപ്പിച്ചു പോയാൽ മതി എന്നും പറഞ്ഞതായി കരാറുകാരൻ തന്നെ ആക്ഷേപിക്കുന്നുണ്ട്. അതിനു പുറമെ ചില ഫണ്ടുകൾ വകമാറ്റി ചിലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അനർഹരായ പലർക്കും ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സഹായം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആയത് അന്വേഷിക്കുകയും അതോടൊപ്പം റൂറൽ ബാങ്കിൽ നിന്നും ലോൺ എടുക്കാൻ വരുമാനം കാണിച്ചത് 2 ലക്ഷം രൂപയാണ്. മത്സരിക്കാൻ സമർപ്പിച്ച രേഖകളിൽ വരുമാനവും മുനിസിപ്പാലിറ്റിയിൽ നൽകിയിരുന്ന വരുമാനവും കൂടി പരിശോധിച്ച് ക്രമക്കേടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണമെന്ന് താൽപര്യപ്പെടുന്നു എന്ന് ഷാനിഫ് K. മണ്ണാർക്കാട് നായാടിക്കുന്ന് വാർഡിൽ നടത്തിയ ചില നിർമ്മാണ പ്രവൃത്തികളുടെ തുക വകമാറ്റിയെന്നും അനർഹരായ പലരെയും ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സഹായം നൽകിയെന്നുമാണ് മുൻ SFI നേതാവ് ഷാനിഫ് നൽകിയ പരാതി. മത്സരിക്കുമ്പോൾ നൽകിയ രേഖകളിലെ വരുമാനവും നഗരസഭയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും കൂടി പരിശോധിച്ച് ക്രമക്കേടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിലുണ്ട്. ഈ വിഷയം ചർച്ചയ്ക്ക് വന്നയുടൻ മുസ്ലിം ലീഗിലെ ഷഫീഖ് റഹ്മാൻ മൻസൂറിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തു വന്നു. മൻസൂറിനെതിരെ പലതവണ സാമ്പത്തിക ക്രമക്കേട് ആരോപണം ഉയർന്നിട്ടുണ്ട്. സ്വന്തം വാർഡിൽ പ്രവൃത്തി നടത്തുന്ന CPMകാരനായ കരാറുകാരൻ തന്നെ മൻസൂറിനെതിരെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് പാലക്കാട് വാർത്താ സമ്മേളനം നടത്തിയതാണ്. ഇതിനു പുറമെ നഗരസഭയിലെ മുഴുവൻ കരാറുകാരിൽ നിന്നും ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുന്നുണ്ടെന്ന് ഷഫീഖ് റഹ്മാൻ ആരോപിച്ചു. മണ്ണാർക്കാട് നഗരസഭയിൽ മുമ്പൊന്നുമില്ലാത്ത വിധം ഒരു ഇടതുപക്ഷ കൗൺസിലർ മൻസൂർ എന്ന് പറയുന്ന കൗൺസിലറിനെതിരെ നിരന്തരമായി ഈ കൗൺസിലിൽ പരാതി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. 1 തവണ 2 തവണ ഇല്ല. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് സാമ്പത്തിക ക്രമക്കേടാണ്. ഗുരുതരമായ ആരോപണം ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. കരാറുകാരിൽ നിന്നിൽ ഭീമമായ സംഖ്യ തൻ്റെ വാർഡിൽ കരാറെടുത്ത കരാറുകാരിൽ നിന്നും മണ്ണാർക്കാട് നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നടക്കുന്ന മൊത്തത്തിലുള്ള കരാറുകാരിൽ നിന്നൊക്കെ സ്വന്തം പാർട്ടി അറിഞ്ഞിട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല, പാർട്ടിയുടെ പേര് പോലെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ വ്യാപകമായി ലക്ഷങ്ങൾ ആവശ്യപ്പെട്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പുറത്തു വരികയും വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മണ്ണാർക്കാട് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ഷാനിഫിൻ്റെ ഒരു പരാതി, ഈ ഷാനിഫിൻ്റെ കൂടെ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ പാർട്ണർ തോന്നുന്നു രണ്ടുപേരും CPMുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ്. ഷാനിഫ് SFIയുടെ
മുൻ നേതാവാണ്. റിയാസ് മണ്ണാർക്കാട്ട് അറിയപ്പെടുന്ന ഒരു കോൺട്രാക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ കാരകുറിശി പഞ്ചായത്തിലെ അവിടുത്തെ പിന്നെ ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വായിച്ചിരുന്ന ആളാണ്. ഇപ്പോഴും CPM കാരനാണെന്നാണ് അറിയുന്നത്. വല്ല നടപടിയും നേരിടുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് എനിക്കറിയില്ല. മൻസൂറിനെതിരെ രേഖാമൂലം പരാതി ലഭിച്ച സാഹചര്യത്തിലാണ് പരാതി കൗൺസിൽ ചർച്ച ചെയ്തതെന്ന് നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ പറഞ്ഞു. കോർപ്പസ് ഫണ്ട് വകമാറ്റിയെന്നും അനർഹർക്ക് വീട് അനുവദിച്ചുമെന്നുള്ള പരാതികൾ അന്വേഷിക്കാൻ വിജിലൻസിനോട് ആവശ്യപ്പെടാൻ കൗൺസിൽ തീരുമാനിക്കുന്നതായി അധ്യക്ഷൻ സഭയെ അറിയിച്ചു. നമ്മുടെ അജണ്ടയിലുള്ള കാര്യമില്ല. ആ പരാതിയിൽ നഗരസഭയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, വീട് അർഹതല്ലാത്ത ആളുകൾക്ക് ഈ 3 വീടാണെങ്കിൽ ആ 3 ലിസ്റ്റിൽ കയറ്റിയിട്ടുണ്ടോന്നും അത് പരിശോധിക്കാനും, അതോടൊപ്പം തന്നെ കോർപ്പസ് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതും ആ വാർഡിൽ നടന്ന പ്രവർത്തനങ്ങളിലുള്ള ഈ പറയുന്ന അഴിമതിയും അന്വേഷിക്കാൻ ഈ കൗൺസില് വിജിലൻസിനോട് ശുപാർശ ചെയ്യണം. അതേസമയം ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് മൻസൂർ പറഞ്ഞു. നഗരസഭാ ചെയർമാന്റെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിലുള്ള വിരോധമാണ് ഇത്തരമൊരു അജണ്ട കൊണ്ടുവരാൻ കാരണം. അജണ്ട കാണിച്ച് വിരട്ടാമെന്ന് ധരിക്കേണ്ട. ഇത് ജനുസ് വേറെയാണ്. ഒരു കൗൺസിലറുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി പണപ്പിരിവ് നടത്തുന്നതായി കരാറുകാരൻ പറഞ്ഞിട്ടുണ്ട്. തനിക്ക് കാറ്ററിംഗ് ആണ് ജോലി, അതാണ് തന്റെ വരുമാന മാർഗം. എന്നാൽ ഒരു ജോലിയും ഇല്ലാത്ത ചിലർ നല്ല സൗകര്യത്തോടെ കഴിയുന്നുണ്ട്. തന്റെ വാർഡിലെ പ്രവർത്തികളിൽ അന്വേഷണം നേരിടാൻ തയ്യാറാണ്. നഗരസഭാ ചെയർമാനെതിരെ പലതരത്തിലുള്ള പരാതികളും ഉയർന്നിട്ടുണ്ട്. അതും അന്വേഷിക്കണമെന്നും മൻസൂർ ആവശ്യപ്പെട്ടു. നിങ്ങളൊക്കെ കൂടി ആലോചിച്ച് ആലോചനയുടെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് ചെയർമാനെ ഇങ്ങനെ ഒരു അജണ്ട വന്നു എന്ന് കരുതിയിട്ട് പിന്നെ തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കൂലല്ലോ. മുനിസിപ്പൽ ചെയർമാൻ അജണ്ട കൊണ്ടുവന്നത് അതിനാണല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളീം, ഇത് ജൻസ് വേറെയാണ്. നിങ്ങൾ മിരട്ടി അജണ്ട കൊണ്ടുവരുമ്പത്തിന് ഞാൻ അങ്ങനെ പേടിച്ചോടുന്നതാണ് നിങ്ങളെ ധാരണ. നിങ്ങൾ ചെയ്യുന്ന ഓരോ അഴിമതിക്കും കൂട്ടു നിൽക്കാത്തതിന്റെ ഭാഗം കൊണ്ട് തന്നെയാണ് എനിക്കെതിരെ നിങ്ങൾ ഈ അജണ്ട കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്. എന്തേ 20 കോടി രൂപയല്ലേ നിങ്ങൾ ലോൺ എടുക്കാൻ വേണ്ടി റൂറൽ സർവീസ് സഹകരണ ബാങ്കിലേക്ക് കൊടുത്തത്? അത് നമ്മളെന്തേ നിങ്ങൾ കള്ള കച്ചവടത്തിനാണെന്നുള്ള ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. എന്തെങ്കിലും ഭൂമി കച്ചവടത്തിന് നിങ്ങൾ സ്ഥലം വാങ്ങാൻ ഏക്കർ കണക്കിന് നിന്നല്ലോ. ആ സ്ഥലം വാങ്ങുന്നതിന് ഞങ്ങൾ എതിർത്തു. CPM എതിർക്കും. മൻസൂർ CPMന്റെ ലോക്കൽ സെക്രട്ടറിയാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോളി, അങ്ങനെ അജണ്ട കൊണ്ടുവന്നിട്ട് ഇനിയൊന്നും മിരട്ടാനൊന്നും ചെയർമാൻ നിങ്ങൾ അതിനുള്ള വലിപ്പങ്ങളായിട്ടില്ല. അതൊക്കെ നിങ്ങൾ വിജിലൻസ് അല്ല. നിങ്ങൾ ആരെ കൊണ്ടെങ്കിലും ഇത് തെളിയിച്ചാൽ നിങ്ങളൊന്ന് മനസ്സിലായിക്കോളൂ. നിങ്ങളൊന്ന് തെളിയിക്കും. നിങ്ങളിപ്പോ വിജിലൻസ് അന്വേഷണത്തിന്റെ ഉത്തരവിട്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഒരു കാറ്ററിംഗ് തൊഴിലാളിയാണ് ഞാൻ. ഒറ്റപ്പാലം നഗരസഭയിലെ കരട് വോട്ടർ പട്ടികയേക്കാൾ ക്രമവിരുദ്ധമായ വോട്ടർ പട്ടികയാണ് അന്തിമ വോട്ടർ പട്ടിക എന്ന ആരോപണവുമായി മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി. അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിട്ടും നഗരസഭാ സെക്രട്ടറി CPMന് വേണ്ടി വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചുവെന്നും ലീഗ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കരട് വോട്ടർ പട്ടികയേക്കാൾ ക്രമവിരുദ്ധമായ വോട്ടർ പട്ടികയാണ് അന്തിമ വോട്ടർ പട്ടിക എന്ന ആരോപണവുമായാണ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി രംഗത്ത് വന്നത്. കരട് വോട്ടർ പട്ടിക ലഭിച്ചപ്പോൾ വാർഡുകളിൽ ഇല്ലാത്തവരെ മാറ്റുന്നതിനായി അപേക്ഷ നൽകിയിട്ടും വളരെ കുറച്ചുപേരെ മാത്രമേ നീക്കം ചെയ്തിട്ടുള്ളൂ എന്നും ഇത് CPMനെ സഹായിക്കാനാണെന്നും മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് PMA ജലീൽ പറഞ്ഞു. കരട് വോട്ടർ പട്ടികയിൽ ഓരോ ഭാഗത്തും നമ്മൾ ഫോം നമ്പർ 5 അപേക്ഷ സ്വീകരിക്കുന്നുണ്ട്. ഈ അതാത് ഭാഗങ്ങളിൽ വോട്ടർമാരല്ലാത്തവരെ മാറ്റുന്നതിന് വേണ്ടി ഒറ്റപ്പാലം നഗരസഭയിൽ നമ്മൾ വാർഡ് നമ്പർ 9, 10, 11 വാർഡുകളിലായിട്ട് നമ്മൾ അപേക്ഷ നൽകിയത് 9ാം വാർഡിൽ 84 അപേക്ഷ നൽകി. 9ാം വാർഡിൽ 10ാം വാർഡിൽ 94 അപേക്ഷ നൽകി. 11ാം വാർഡിൽ 53 അപേക്ഷ നൽകിയത്. ഇത് പ്രകാരം നീക്കം ചെയ്തത് യഥാർത്ഥമായ ആ വാർഡിൽ താമസമില്ലാത്ത ആളുകളെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നിയമാനുസൃതം ഫോം നമ്പർ 5 അപേക്ഷ നൽകിയപ്പോൾ അത് അന്വേഷണം നടത്തി. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നീക്കം ചെയ്തതിന് പകരം അന്വേഷണ റിപ്പോർട്ട് ഈ താമസമില്ല എന്ന് ഇരിക്കെ അവരെ നിലനിർത്തിയിരിക്കും. കേവലം 9ാം വാർഡിൽ നിന്ന് മാറ്റം ചെയ്തത് 5 ആളെ മാത്രം നീക്കം ചെയ്തത്. 84 അപേക്ഷ കൊടുത്തപ്പോൾ 5 പേരെ മാത്രമാണ് 9ാം വാർഡിൽ നിന്ന് നീക്കം ചെയ്തത്. 94 അപേക്ഷകൾ ഈ 10ാം വാർഡിൽ നൽകിയപ്പോൾ 51 പേരെ നീക്കം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലെ 11ാം വാർഡ്, കഴിഞ്ഞ 10ാം വാർഡിലെ 11ാം വാർഡിൽ 53 അപേക്ഷകളാണ് നമ്മൾ നൽകിയത്. 7 പേരെ മാത്രമാണ് നീക്കം ചെയ്തത്.
അപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുകയാണ് ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറി ഇത്തരത്തിലുള്ള കൃത്രിമം CPM-ന് വേണ്ടി കാണിച്ചു. വീട്ടു നമ്പർ ഉണ്ടായിട്ടും 0 എന്ന് ചേർത്തത് വോട്ടർമാരെ കണ്ടെത്താതിരിക്കാൻ ആണെന്നും നഗരസഭയിലെ വാസഗൃഹങ്ങളുടെ യഥാർത്ഥ കണക്കുകൾ മറച്ചുവെച്ചുകൊണ്ടാണ് വാർഡ് വിഭജനം നടത്തിയതെന്നും CPM-നെ സഹായിക്കുന്ന നഗരസഭാ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കണമെന്നും ജലീൽ ആവശ്യപ്പെട്ടു. വാർഡ് വാസഗൃഹങ്ങളുടെ യഥാർത്ഥ നമ്പർ മറച്ചുവെച്ചു. യഥാർത്ഥ 6000-ഓളം വരുന്ന വീടുകളെ മറച്ചു വെച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു വോട്ടർ പട്ടികയാണ് ഉണ്ടാക്കിയത്, വാർഡ് വിഭജനം ഉണ്ടാക്കിയത്. അതിന്റെ ഭാഗമായി സംഭവിച്ചത് കൃത്യമായിട്ട് ഓരോ വാർഡ് ജനസംഖ്യയിൽ 10% മാറ്റം വരാൻ പാടുള്ളൂ. അങ്ങനെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു ആവറേജ് 39,000 വോട്ടർമാരുള്ളതെങ്കിൽ 39 വാർഡുകളായി തിരിക്കുമ്പോൾ 1000 വോട്ടർമാരാണ് സ്വാഭാവികം ഉണ്ടാകുന്നത്. അതിന്റെ 10% വേരിയേഷൻ എന്ന് പറയുന്നത് 1100 അല്ലെങ്കിൽ 900. ഇതാണ് 10% വേരിയേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വാർഡ് നമ്പർ 5 ഈ മുതുകുർശി മോളൂർശി, വാർഡ് നമ്പർ 5 മോളൂർശി, ഇത് പുതുതായി ഉണ്ടാക്കിയ CPM-ന്റെ വാർഡാണ് മോളൂർശി എന്ന് പറയുന്നത്. അവിടെയുള്ള വോട്ട് എന്ന് പറയുന്നത് കേവലം 788 വോട്ടാണ്. 788 വോട്ടാണ്. അതോടൊപ്പം തന്നെ വാർഡ് നമ്പർ 8 790 വോട്ടാണ്. അത് നമ്പർ 5 പോയിന്റ് നോട്ട് ചെയ്തിട്ട് 790 വോട്ടാണ്. വാർഡ് നമ്പർ 21 737 വോട്ടാണ്. ഇത് ഈ നഗരസഭയിലെ ഏറ്റവും കുറഞ്ഞ 3 വാർഡുകളാണ്, വോട്ടുകൾ കുറഞ്ഞ 3 വാർഡുകൾ. ഈ അന്തിമ വോട്ടർ പട്ടിക ഇറങ്ങിയ സാഹചര്യത്തിലാണ് ഇത് നമ്മൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് വാർഡ് നമ്പർ 2 വരൂർ, വാർഡ് നമ്പർ 11 കൂടക്കുന്ന്, വാർഡ് നമ്പർ 30 കണ്ണിയമ്പുറം ഭാഗം. ഈ ഭാഗങ്ങളിലുള്ള വോട്ട് എന്ന് പറയുന്നത് 1638 വോട്ട് വരൂർ 2ാം വാർഡ്, 1774 വോട്ട് 11 കൂടക്കുണ്ട് വാർഡ്, 1780 വോട്ട് കണ്ണിയമ്പുറം ഭാഗം. യഥാർത്ഥത്തിൽ ഇവിടെയാണ് വാർഡ് വിഭജനം നടക്കേണ്ടത്. ഈ വാർഡ് വിഭജനം അട്ടിമറിക്കലിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ജനസംഖ്യ വാർഡുകളുടെ യഥാർത്ഥ വാസഗൃഹങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് വാർഡ് വിഭജനം നടത്തി നഗരസഭാ സെക്രട്ടറി CPM-ന് വേണ്ടി വർക്ക് ചെയ്തു. നഗരസഭാ സെക്രട്ടറിയുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് ജലീൽ പറഞ്ഞു. ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം PP മുഹമ്മദ് ഖാസിം, മാമുക്കോയ തർമൽ തുടങ്ങിയവരും പങ്കെടുത്തു. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിൽ പഞ്ചായത്ത് മെമ്പറുമായ കോറാടൻ റംല CPM-ൽ നിന്നും രാജിവെച്ചു. സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണെന്നും രാജിക്ക് പിന്നിൽ ആരുടെയും പ്രേരണയില്ലെന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകാനാണ് തീരുമാനമെന്നും കോറാടൻ റംല പറഞ്ഞു. ദീർഘകാലം മുസ്ലിം ലീഗ് പ്രവർത്തകയും ജനപ്രതിനിധിയുമായിരുന്നു കോറാടൻ റംല. 2019 CPM-ൽ ചേർന്നു. തുടർന്ന് LDF സ്വതന്ത്രയായി മത്സരിച്ച് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗമായി. നിലവിൽ പഞ്ചായത്ത് അംഗമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ പാർട്ടിയിൽ നിന്നും കോറാടൻ റംലയുടെ രാജിയാണ് ഇപ്പോൾ അങ്ങാടിപ്പുറത്ത് ചർച്ചാ വിഷയം. രാജിക്കത്ത് ബ്രാഞ്ച് സെക്രട്ടറിക്ക് കൈമാറി. സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുക്കാൻ കാത്തുനിൽക്കുന്നില്ല. രാജിക്ക് പിന്നിൽ ആരുടെയും പ്രേരണ ഇല്ലെന്നും കോറാടൻ റംല പറഞ്ഞു. ഞാൻ എൻ്റെ താല്പര്യപൂർവ്വം തന്നെയാണ് പിന്മാറിയത്, അല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. കാരണം ഈ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാംസ്കാരിക പൊതുപ്രവർത്തനങ്ങൾ ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നോ രാഷ്ട്രീയമല്ലാത്ത എല്ലാ മേഖലകളിലും തുടർന്ന് പ്രവർത്തിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നത്, അല്ലാതെ വേറെ ഒന്നുകൊണ്ടല്ല. മറ്റു പാർട്ടികളിലേക്ക് പോവാൻ ഉദ്ദേശമില്ല, സ്വതന്ത്രയായി നിലകൊള്ളുമെന്നും കോറാടൻ റംല വ്യക്തമാക്കി. ഞാൻ ഒരു പാർട്ടിയുടെ കൂടെ പോവാനോ അല്ലെങ്കിൽ മറ്റേ പാർട്ടിയിൽ നിന്ന് വന്നിട്ട് അവർക്കൊരു ദോഷം ഉണ്ടാവാനോ അല്ലെങ്കിൽ UDF-ന് ഒരു ഗുണം ഉണ്ടാവാനോ എന്നൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാനിതൊന്നും ചെയ്തിട്ടുള്ളത്. ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുക, അത് ആ രാഷ്ട്രീയത്തിൽ നിന്ന് ഇപ്പോൾ ഈ 2 മാസം മുന്നേ പിന്മാറാനുള്ള കാരണം ഇലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പിന്മാറുമ്പോൾ അതാണ് പ്രയാസം ചെയ്യണമെന്നാണ് ഞാൻ ചിന്തിച്ചത്. കാരണം ആ സമയത്ത് പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം ഏതൊരു പാർട്ടിയാണെങ്കിലും ആ പാർട്ടിക്ക് ഒരു പ്രയാസം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ മുന്നേ 2 മാസം മുമ്പേ പിന്മാറുമ്പോൾ അവർക്ക് അതൊരു പ്രയാസം ഇല്ലാതെയായി മാറും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് 2 മാസം മുമ്പേ ഞാൻ രാജി കൊടുത്തതും. അത് വിചാരിച്ചിട്ട് ഞാൻ ഏതൊരു പാർട്ടിൻ്റെ കൂടെ നിന്നിട്ടും പ്രവർത്തിക്കാൻ തയ്യാറായിട്ടല്ല പാർട്ടിയിൽ നിന്ന് പോന്നിട്ടുള്ളത്. ലീഗ് നേതാക്കളോ പ്രവർത്തകരോ ബന്ധപ്പെട്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം താല്പര്യപ്രകാരം മാറി നിൽക്കുകയാണെന്ന് കോറാടൻ റംല പറഞ്ഞു. ലീഗിൻ്റെ നേതാക്കളൊന്നും ബന്ധപ്പെട്ടിട്ടില്ല. കാരണം ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് മാറി ഇങ്ങോട്ട് വരിയെന്നൊന്നും ആരും തന്നെ പറഞ്ഞിട്ടില്ല. കാരണം ഇന്നെ നേരിട്ട് ആരും വിളിക്കുക വരൊന്നും ചെയ്തിട്ടില്ല.
അതല്ല ഇപ്പം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ സ്വന്തം താല്പര്യപ്രകാരമാണ് ഒരു പാർട്ടിയിലും ഇനി വേണ്ട സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള സമയം ആയി എന്നുള്ളത് കൊണ്ട്. കാരണം എന്താ വെച്ചാൽ 60 വയസ്സ് കഴിഞ്ഞു. അപ്പം രാഷ്ട്രീയപരമായിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിട്ട് ഒരിക്കലും ഒന്നിച്ച് പോകാൻ കഴിയില്ല. പിന്നെ രാഷ്ട്രീയത്തിൽ പോയിട്ട് ഇതെല്ലാം ഒഴിവാക്കാൻ എന്നെ കൊണ്ടുപോയിട്ട് കഴിയില്ല. എനിക്ക് ഇത്തരം പ്രവർത്തനങ്ങളാണ് ഏറ്റവും മനസ്സിന് സന്തോഷം തരുന്നതും. അതുമല്ല നാളേക്ക് നമുക്ക് എന്തെങ്കിലും ഒന്ന് ബാക്കി വരുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങളാവുമല്ലോ. രാഷ്ട്രീയം ചിലപ്പോൾ നാളേക്ക് ബാക്കി വന്നൊന്നും വരില്ലല്ലോ. 1996 മുതലാണ് കോറാടൻ റംല രാഷ്ട്രീയ പ്രവർത്തകയാകുന്നത്. മഹിളാ ലീഗ് മങ്കട മണ്ഡലം സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു. മുസ്ലിം ലീഗ് പ്രതിനിധിയായി 2006 മുതൽ 2010 വരെ 2 തവണ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി. 2010 മുതൽ 2015 വരെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു. ഈ കാലയളവിൽ വ്യത്യസ്ത പദ്ധതികൾ നടപ്പാക്കിയതിന് വിവിധ പുരസ്കാരങ്ങൾ നേടിയെടുത്തു. ഇവരുടെ നേതൃത്വത്തിൽ നടത്തിയ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ നിരവധിയാണ്. സേതുട്ടി കോറാടൻ റംല ദമ്പതികൾ ഇവരുടെ വീടിനോട് ചേർന്ന് സൗജന്യമായി നൽകിയ സ്ഥലത്താണ് റിലാക്സ് ഹോസ്പേസ് എന്ന പേരിൽ വയോധികരുടെ ആശ്വാസ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അങ്ങാടിപ്പുറം പഞ്ചായത്ത് LDF ഭരിച്ചിരുന്ന 2019 ഇവർ CPM-ൽ ചേരുകയായിരുന്നു. അതേ CPM-ൽ നിന്നാണ് ഇപ്പോൾ കോറാടൻ റംല തിരിച്ചു പോരുന്നത്. വീണ്ടും ലീഗിന്റെ ഭാഗമാകുമോ അതോ സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാത്രമാണോ സജീവമാകുക എന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. വാളയാർ ചെക്ക് പോസ്റ്റിൽ നടന്ന വാഹന പരിശോധനയിൽ കഞ്ചാവുമായി കോട്ടയം സ്വദേശിയായ യുവാവ് പിടിയിൽ. 4.120 കിലോഗ്രാം കഞ്ചാവുമായി പനച്ചിക്കാട് സ്വദേശി അഫ്സലാണ് പിടിയിലായത്. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ P. രമേശിന്റെ നിർദ്ദേശാനുസരണം വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ പ്രേമാനന്ദകുമാറും പാർട്ടിയും നടത്തിയ വാഹന പരിശോധനയിലാണ് അഫ്സലിനെ കഞ്ചാവുമായി പിടികൂടിയത്. കോയമ്പത്തൂർ തൃശൂർ KSRTC ബസ്സിൽ യാത്ര ചെയ്യവെയാണ് പരിശോധനയിൽ അഫ്സലിന്റെ പക്കൽ നിന്നും 4 കിലോഗ്രാമിലധികം കഞ്ചാവ് പിടികൂടിയത്. കോയമ്പത്തൂരിൽ നിന്നും 34,000 രൂപയ്ക്ക് വാങ്ങി കോട്ടയത്ത് എത്തിക്കാനാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പ്രതി മൊഴി നൽകിയതായി എക്സൈസ് അറിയിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് മനോഹരൻ, ഷിബുകുമാർ, ഗ്രേഡ് പ്രിവൻറ്റീവ് ഓഫീസർമാരായ സജീഷ്, സിവിൽ എക്സൈസ് ഓഫീസർ അരുൺ, സുബിൻ, അശ്വന്ത്, വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ രഞ്ജിനി എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ പ്രധാന ജംഗ്ഷനുകളിലൊന്നായ തിരുവാഴിയോട് അശാസ്ത്രീയമായ ഗതാഗത പരിഷ്കരണം മൂലം അപകടം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ചെർപ്പളശ്ശേരി ഭാഗത്തു നിന്നും വന്ന സ്കൂട്ടറിന് പുറകിൽ കാറിടിച്ച് അപകടമുണ്ടായി. ചെർപ്പളശ്ശേരി, മണ്ണാർക്കാട്, പാലക്കാട്, ഒറ്റപ്പാലം ഭാഗങ്ങളിലേക്ക് വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്ന കവലയാണ് തിരുവാഴിയോട്. ഇരുചക്രവാഹന യാത്രക്കാരും സ്വകാര്യ വാഹനങ്ങളും ബസ്സുകളും വലിയ ലോറികളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ പ്രതിദിനം കടന്നു പോകുന്ന സ്ഥലമാണിത്. മുണ്ടൂർ തൂത റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് ജംഗ്ഷനിൽ സ്ഥാപിച്ച റൗണ്ടാനകളാണ് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതെന്ന് ഡ്രൈവർമാരും നാട്ടുകാരും പറയുന്നു. ചെർപ്പളശ്ശേരി ഭാഗത്തു നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനത്തിന്റെ ഡ്രൈവർക്ക് റൗണ്ടിന്റെ ഏതു ഭാഗത്തുകൂടെ തിരിയണമെന്ന് ആശയക്കുഴപ്പം വന്ന് വേഗത കുറച്ചാൽ പുറകിൽ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനമുണ്ടെങ്കിൽ അവിടെ കൂട്ടിയിടിച്ചൊരു അപകടം ഉറപ്പാണ്. ഈ ആശയക്കുഴപ്പമാണ് കഴിഞ്ഞ ദിവസവും അപകടത്തിന് കാരണമായത്. ഒരേ ദിശയിൽ നിന്നും വന്ന സ്കൂട്ടർ പാലക്കാട് ഭാഗത്തേക്കും കാർ മണ്ണാർക്കാട് ഭാഗത്തേക്കും പോവുകയായിരുന്നു. ഇതിനിടെ കാർ ബൈക്കിൽ തട്ടി ബൈക്ക് മറിഞ്ഞ് യാത്രികന് പരിക്കേറ്റു. പാലക്കാട് ഒറ്റപ്പാലം ഭാഗത്തു നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് ബസ്സുകൾ തിരിയാനുള്ള സ്ഥലം റൗണ്ടാനകൾക്കിടയിൽ ഇല്ലെന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. മധ്യഭാഗത്തെ റൗണ്ടാനകളുടെ മുകളിലേക്ക് വാഹനങ്ങൾ ഇടിച്ചു കയറുന്നതും ഇവിടെ പതിവാണ്. ചെർപ്പളശ്ശേരി റോഡിലെ പഴയ പോലീസ് സ്റ്റേഷൻ നിലനിന്നിരുന്ന കെട്ടിടത്തിന്റെ മുൻവശം മുതൽ മണ്ണാർക്കാട് പാലക്കാട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകി തിരിച്ചുവിടാനുള്ള ഡിവൈഡറുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചെങ്കിൽ മാത്രമേ പതിവാകുന്ന അപകടങ്ങൾ ഇല്ലാതാക്കാൻ കഴിയൂവെന്നാണ് അഭിപ്രായമുയരുന്നത്. സീബ്ര ലൈനുകൾ വരയാത്തത് കാൽനടയാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ബസ് കയറാൻ ആളുകൾ വേഗത്തിൽ റോഡ് മുറിച്ചു കടക്കുമ്പോൾ തലനാരിഴയ്ക്കാണ് അപകടം വഴിമാറിപ്പോകുന്നത്. നിലവിൽ 3 റൗണ്ടാനകളാണ് തിരുവാഴിയോടുള്ളത്. ഇത് ആശയക്കുഴപ്പം കൂട്ടുകയാണ് ചെയ്തതെന്നും ഗതാഗത മുന്നറിയിപ്പ് ബോർഡുകൾ ഉടൻ സ്ഥാപിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. തിരുവാഴിയോട് സെൻട്രലിൽ അശാസ്ത്രീയമായ ട്രാഫിക് സംവിധാനമാണ്. റോഡ് നന്നായി എന്നാണ് MLA-മാർ പറയുന്നത്. റോഡ് നന്നായി എന്ന MLA-മാരുടെ വാദമുഖം അംഗീകരിക്കുന്നു. പക്ഷേ തിരുവാഴിയോട് സെൻറ്ററിൽ കൃത്യമായ ഒരു ട്രാഫിക് സംവിധാനം റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടില്ല. എന്താണ് മണ്ണാർക്കാട് ചെർപ്പശ്ശേരിയിൽ നിന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുമ്പോഴും പാലക്കാട് ഭാഗത്തേക്ക് പോകുമ്പോഴും ചെർപ്പശ്ശേരിയിൽ നിന്ന് വരുമ്പോൾ സിഗ്നൽ ബോർഡുകളില്ല.
പാലക്കാട് ഒറ്റപ്പാലം ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികൾക്ക് മണ്ണാർക്കാട് റോഡിലേക്ക് തിരിയണമെങ്കിൽ സിഗ്നൽ ബോർഡുകളില്ല. മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന് ചെർപ്പശ്ശേരി, ഒറ്റപ്പാലം, പാലക്കാട് ഭാഗത്തേക്ക് വണ്ടികൾ തിരിയണമെങ്കിൽ സിഗ്നൽ ബോർഡ് മണ്ണാർക്കാട് റോഡിലില്ല. അശാസ്ത്രീയമായ ട്രാഫിക് സംവിധാനം വിവിധ ഡിവൈഡറുകൾ നിറയെ കൊണ്ടുവന്ന് വെച്ച് റോട്ടിൽ മതിൽ പോലെ പണിത് വെച്ച് യാതൊരുവിധ മുൻ ധാരണയുമില്ലാതെയാണ് ഈ സിഗ്നൽ സംവിധാനം തിരുവാഴൂർ സെൻറ്ററിൽ. ഇന്നലെ രാത്രി ഇവിടെ അപകടം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേയും പല അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് നമ്മളിത് പറയുന്നത്. ഇത് ട്രാഫിക് പോലീസും പിന്നെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും വന്ന് ഈ സ്ഥലം പരിശോധിച്ചതാണ്. പരിശോധിച്ചിട്ട് അവർക്കൊരു കൃത്യമായ നിർദ്ദേശം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ റോഡ് പണിക്കാർക്ക്. ആകെ തിരുവാഴൂർ സെൻറ്ററിൽ വേണ്ടത് പഴയ മാതിരി ഒരൊറ്റ റൗണ്ട് മാത്രമേ ആവശ്യമുള്ളൂ. ഇത് ഒരുപാട് മതിലുകൾ പണിത് വെച്ച ഒരു ട്രാഫിക് സംവിധാനമാണ് തിരുവാഴൂർ സെൻറ്ററിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കൊപ്പം ടൗണിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കുന്നതിനൊടുവിൽ ജില്ലാ റോഡ് സേഫ്റ്റി കൗൺസിലിന്റെ അനുമതി. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനും കൗൺസിൽ അനുമതി നൽകി. കൊപ്പം ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനായി ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കാൻ ഒടുവിൽ അനുമതി ലഭിച്ചു. പഞ്ചായത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്ന സിഗ്നൽ സംവിധാനം സ്ഥാപിക്കാൻ കഴിഞ്ഞ ഏപ്രിലിൽ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ജില്ലാ റോഡ് സുരക്ഷാ കൗൺസിൽ കമ്മിറ്റിയുടെ അനുമതി ലഭ്യമാവാത്തതിനാൽ തുടർ നടപടികൾ നീണ്ടു. കഴിഞ്ഞ താലൂക്ക് വികസന സമിതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകിയിരുന്നു. തുടർന്നാണ് ജില്ലാ റോഡ് സുരക്ഷാ കൗൺസിലിന്റെ അനുമതി ലഭ്യമായതായി അധികൃതർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ അറിയിച്ചത്. ടൗണിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഏപ്രിലിൽ മുഹമ്മദ് മുഹസിൻ MLAയുടെ അധ്യക്ഷതയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനമായത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോകുകയും ചെയ്തു. ഇതിനിടെയാണ് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കണമെങ്കിൽ ജില്ലാ റോഡ് സേഫ്റ്റി കൗൺസിലിന്റെ അനുമതി വേണമെന്ന ചട്ടമുണ്ടായത്. ഇതിനായി അപേക്ഷ നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് കാണിച്ച് കഴിഞ്ഞ താലൂക്ക് വികസന സമിതി യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ പരാതിയുമായി എത്തുകയായിരുന്നു. തുടർന്നാണ് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കാനുള്ള അനുമതി ലഭിച്ചത്. ട്രാഫിക് സിഗ്നലിനായുള്ള രൂപകൽപ്പനയും സ്ഥാപിക്കലും ഇന്ത്യൻ റോഡ് കോൺഗ്രസ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും ഇതിന്റെ തുടർ നടപടികൾക്ക് പഞ്ചായത്തിന് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുമെന്നും ജില്ലാ റോഡ് സേഫ്റ്റി കൗൺസിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ കത്തിൽ പറയുന്നു. അനുമതി ലഭ്യമായ സാഹചര്യത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ഇതിനായി എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തി ഉടൻ തന്നെ യോഗം വിളിച്ച് ചേർക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. 31 പേർ കൂടി പോലീസ് സേനയുടെ ഭാഗമായി. പരിശീലനം പൂർത്തിയാക്കിയ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് മലപ്പുറം MSP ഗ്രൗണ്ടിൽ നടന്നു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അഭിവാദ്യം സ്വീകരിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ 31 പേർ കൂടി പോലീസിന്റെ ഭാഗമായി. മലപ്പുറം MSP ഗ്രൗണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അഭിവാദ്യം സ്വീകരിച്ചു. ADGP S ശ്രീജിത്ത്, DIG അരുൾ RB കൃഷ്ണ, MSP കമാൻഡന്റ് K സലിൻ തുടങ്ങിയവർ പങ്കെടുത്തു. MSP അസിസ്റ്റന്റ് കമാൻഡന്റ് KV രാജേഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഒരംഗം എന്ന നിലയിൽ സത്യസന്ധമായും നിഷ്പക്ഷമായും ആത്മാർത്ഥമായും ജനസേവനം നടത്തുമെന്നും പ്രതികാരബുദ്ധി എന്നിവയ്ക്കതീതമായി എൻ്റെ പരമാവധി അറിവും കഴിവും കാര്യക്ഷമതയും ഉപയോഗിച്ച് ഭരണഘടനയിൽ ഉദ്ഘോഷിച്ചിട്ടുള്ളതുപോലെ ഒരു പോലീസ് സേനാംഗം എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും നിർവഹിക്കുമെന്നും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലാണ് പരിശീലനം നേടിയവർ നിയമിതരായത്. കോട്ടയം സ്വദേശി ആൽബിൻ K ജെയിംസൺ പരേഡ് നയിച്ചു. പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ചവർക്ക് സംസ്ഥാന പോലീസ് മേധാവി പുരസ്കാരം നൽകി. ഇൻഡോർ വിഭാഗത്തിൽ അഭിജിത്ത് രാജേന്ദ്രനും ഔട്ട്ഡോർ വിഭാഗത്തിൽ ആൽബിൻ K ജെയിംസനും ഷൂട്ടിംഗ് വിഭാഗത്തിൽ K സുജീഷും പുരസ്കാരം കരസ്ഥമാക്കി. സേനയുടെ ഭാഗമായവരിൽ 5 പേർ ബിരുദാനന്തര ബിരുദം നേടിയവരാണ്. 16 പേർ ബിരുദം യോഗ്യതയുള്ളവർ, 3 പേർ ഡിപ്ലോമ കഴിഞ്ഞവർ, 7 പേർ +2 യോഗ്യത ഉള്ളവരുമാണ്. ഇടവേള.
വാർത്തകൾ തുടരുന്നു. വൈജ്ഞാനിക നിയമസഭാ മണ്ഡലം പദ്ധതി തയ്യാറാക്കാൻ CETയിൽ നിന്ന് വിദഗ്ധ സംഘവും പട്ടാമ്പിയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ വൈജ്ഞാനിക മണ്ഡലമാക്കി പട്ടാമ്പിയെ മാറ്റുന്നതിനു വേണ്ടിയുള്ള പദ്ധതിയുടെ ഭാഗമായാണ് വിദഗ്ധ സംഘം എത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ തന്നെ പ്രമുഖ സ്ഥാപനമായ തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘമാണ് പട്ടാമ്പിയിലെത്തിയിരിക്കുന്നത്. ഭാവി മുന്നിൽ കണ്ടുള്ള നഗരവികസനം, പശ്ചാത്തല സൗകര്യങ്ങൾ, കണക്ടിവിറ്റി, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, വിവിധതരം സമൂഹങ്ങളുടെ വികസന ആവശ്യങ്ങൾക്കുള്ള പദ്ധതികൾ തുടങ്ങിയവ പഠന വിധേയമാക്കാനും ദീർഘകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാനുമുള്ള പഠനമാണ് സംഘം നടത്തുക. പട്ടാമ്പി മണ്ഡലത്തെ ഇന്ത്യയിലെ ആദ്യത്തെ വൈജ്ഞാനിക മണ്ഡലമാക്കി ഉയർത്തുന്നതിന് സാമൂഹിക വികസന പശ്ചാത്തല സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കുന്നതിനുള്ള പദ്ധതികൾ നിർദ്ദേശിക്കുക എന്നതാണ് സംഘത്തിൻ്റെ ലക്ഷ്യം. മുഹമ്മദ് മൂസിൻ MLAയുടെ ആവശ്യാർത്ഥമാണ് വിവിധ സംഘങ്ങൾ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തുന്നത്. കോഴിക്കോട് NIT സംഘവും പട്ടാമ്പിയിലെത്തി വിദ്യാർത്ഥികളും അധ്യാപകരുടെയും നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നത് പഠന വിധേയമാക്കിയിരുന്നു. പട്ടാമ്പി മണ്ഡലത്തിൽ 1000 കോടിയിലധികം രൂപ വിവിധ ഘട്ടങ്ങളിലായി വികസന പദ്ധതികൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അടുത്ത ഘട്ടം വ്യക്തമായ ഡിസൈനോടുകൂടി മുന്നോട്ടു പോകുന്നതിനുള്ള പദ്ധതി ആവശ്യമാണ് എന്നതിനാലാണ് ഇത്തരത്തിലുള്ള പഠനമെന്ന് MLA അറിയിച്ചു. പട്ടാമ്പിയുടെ ഒരു സാധ്യതകൾ, പ്രത്യേകിച്ച് ഒരു നോളേജ് സൊസൈറ്റി എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ലേണിംഗ് കോൺസ്റ്റിറ്റ്വൻസി എന്നുള്ള നിലക്കൊക്കെയുള്ള സാധ്യതകൾ അത് കൂടുതൽ ആഴത്തിൽ പഠിക്കാനും അതോടൊപ്പം തന്നെ അർബൻ ഡിസൈനിങ്ങിന് അതിൻ്റെ സാധ്യതകളും അതിൻ്റെ വിവിധങ്ങളായ വശങ്ങളുമൊക്കെ പഠിക്കാനും അറിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിവാൻഡ്രം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് CETയിലെ വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിടെക്ചറിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ തീർച്ചയായിട്ടും വലിയ ഈ പഠനത്തോടൊപ്പം തന്നെ ലൈവായിട്ട് ഫീൽഡിൽ ഇറങ്ങിക്കൊണ്ട് പ്രോജക്റ്റ് ഉണ്ടാക്കി പഠിക്കുക എന്നുള്ള ഒരു വലിയൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ വന്നിട്ടുള്ളത്. അർബൻ ഡിസൈനിങ് വലിയ സാധ്യതയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ലൈവ് എക്സ്പീരിയൻസ് കിട്ടും. അവരുടെ പ്രൊഫസർമാരുടെ കൂടെ വന്നിട്ടുള്ള കുട്ടികൾ തീർച്ചയായിട്ടും പട്ടാമ്പി വലിയൊരു സാധ്യതയാക്കി പട്ടാമ്പിയുടെ ഭാവി വികസനത്തിന് കൂടി ഈ കുട്ടികളുടെ പ്രോജക്റ്റ് ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്. അവർക്ക് എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം അറിയിക്കുകയാണ്. നമ്മുടെ മുനിസിപ്പാലിറ്റിയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ആയിട്ട് അവർ വരുന്ന കുറച്ച് ദിവസം ഫീൽഡ് വിസിറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ പഠനത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് സാധ്യതകൾ പരിശോധിക്കുക എന്നുള്ളതാണ്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് തല മൊബൈൽ വെറ്റിനറി ആംബുലൻസ് യൂണിറ്റ് നിലവിൽ വന്നതിന് ശേഷം രാത്രിയിൽ ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തുന്ന സാധാരണക്കാരിൽ നിന്നും അമിത തുക ഈടാക്കുന്നതായി പരാതി. ചികിത്സയ്ക്കായി മൃഗങ്ങളെ ടേബിളിൽ ഒന്ന് ഇരുത്തണമെങ്കിൽ പോലും 400 രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരുന്നതായി ആളുകൾ പറയുന്നു. എന്നാൽ സർക്കാർ നിശ്ചയിച്ച നിരക്കുകളാണ് ഈടാക്കുന്നതെന്ന് ആശുപത്രി അധികൃതർ. സർക്കാർ വെറ്റിനറി ആശുപത്രികളിൽ തങ്ങളുടെ വളർത്തുമൃഗങ്ങളെ കാണിക്കുവാനായി സാധാരണക്കാർ എത്തുമ്പോൾ ചികിത്സാ ചെലവ് രാത്രിയിൽ അവരെ നട്ടം തിരിക്കുകയാണെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം രാത്രി വളർത്തുനായയുടെ ചികിത്സയ്ക്ക് എത്തിയ വലമ്പലിമംഗലം സ്വദേശി ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധവുമായി കുത്തിയിരുന്നു. ഇതിന് കാണിക്ക കൊടുന്നപ്പോൾ അവർ പറഞ്ഞു 450 റുപ്യ തരാണ്ട് നോക്കാൻ പറ്റില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു പൈസ എന്തിനാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്തിനു വേണ്ടി പൈസ? അതിൻ്റെ ആവശ്യമില്ല. ഇത് മൃഗങ്ങളാണ്, നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് അടക്കം പൈസ കൊടുക്കില്ല ഗവൺമെന്റിൽ. ഇല്ലല്ലോ, 5 റുപ്യ കൊടുക്കുള്ളൂ. ഇവിടെ 450 റുപ്യ ആണെങ്കിൽ മാത്രമേ ഇതിനെ ചികിത്സിക്കാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കണേ. ഇതിന് തീരുമാനം ഉണ്ടാക്കണേ ഞാൻ ഇവിടുന്ന് ഇറങ്ങൂല്ല. തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഗേറ്റിന് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം. അത്ര തന്നെ ഉള്ളൂ. അധികമൊന്നുമില്ല, അതായത് ചെറിയ ചോറിയുള്ളൂ. ഒന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വന്നാണ്. അത് വന്നപ്പോൾ ഒരു 450 റുപ്യ ഇല്ലാണ്ട് കാണിക്കാൻ പറ്റില്ല പറഞ്ഞു. ഞങ്ങളുടെ ചെറിയൊരു ഡോഗിനെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ചെറിയൊരു ഇച്ചിങ് ഇങ്ങനെ 2-3 ദിവസമായിട്ട് കാണാണ്ട്, അപ്പോൾ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവർ പറയുന്നത് 475 രൂപ അടച്ചാലാണ് ടേബിൾ മുമ്പിൽ ഇതിനെ ഡോഗിനെ വെക്കാൻ പറ്റുമെന്നാണ് അവർ പറയണത്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ വരുന്നത് നമുക്ക് പൈസ ഇല്ലാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സാധാരണക്കാർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണിത്. നമ്മളിപ്പോൾ ഒരു 2 മാസം മുന്നേ വരെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് വലിയൊരു ഡോഗിനെ കൊടുന്നു. നമ്മൾ ഡെയിലി വന്ന് ഇഞ്ചക്ഷൻ ചെയ്തിട്ടും പിന്നെ ഗ്ലൂക്കോസ് കയറ്റിയിട്ടൊക്കെ പോയത്. അപ്പോഴൊന്നും ഈ പ്രശ്നങ്ങളില്ല. ഞങ്ങൾ തന്നെ വന്ന് അവർ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ന്യായമുണ്ട്. ഇതിപ്പോൾ നമ്മുടെ റിസ്കിലാണ് നമ്മൾ ഡോഗിനെയും കൊണ്ട് ഇവിടേക്ക് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പോൾ അവർ പൈസ വാങ്ങുക എന്ന് പറയുന്നത് എന്നാൽ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ആവശ്യം ഇല്ലല്ലോ. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ഇതിനുള്ളതാണല്ലോ. അപ്പോൾ എങ്ങനെ വെച്ചാൽ അപ്പോൾ അതിനൊരു തീരുമാനം എന്താ വെച്ചാൽ ഉണ്ടാക്കി തരിക. കാരണം നമ്മൾ ഈ സാധാരണക്കാർക്ക് ഈ 475 രൂപ പറഞ്ഞാൽ അത് വലിയൊരു സംഖ്യ തന്നെയാണ്.
എന്നാൽ ഈ രീതി എടുത്തുമാറ്റണമെന്ന് കഴിഞ്ഞ കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടിരുന്നതായി കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലാക്കുഴി പറഞ്ഞു. സർക്കാർ ആശുപത്രികളിലും ഇത്തരം കഴുത്തറപ്പൻ രീതികൾ തുടർന്നാൽ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുമെന്നും മണികണ്ഠൻ പാലാക്കുഴി പറഞ്ഞു. ആഗ്രഹിച്ചു വന്ന ഒരു പദ്ധതിയാണ് മൊബൈൽ യൂണിറ്റ്. പക്ഷേ അത് വന്നതോടുകൂടി ഇത്തരം ചെറിയ ചെറിയ നായ്ക്കൾക്കും അതുപോലെ ആളുകൾക്കും പശുക്കൾക്കെല്ലാം ഉണ്ടാകുന്നത് വലിയൊരു തുകയാണ് അവർ ഈടാക്കുന്നത്. ഇത് കഴിഞ്ഞ തവണയുള്ള കമ്മിറ്റിയിൽ നമ്മളത് ചർച്ച ചെയ്തപ്പോൾ അവരത് ഒഴിവാക്കാൻ വേണ്ടി പഞ്ചായത്ത് ഇടപെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ അതൊരു ഒഴിവാക്കൽ നടപടിക്ക് പോയിട്ടില്ല. ഇപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയാണ് ഇങ്ങനൊരു പദ്ധതി. അത് ഒഴിവാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അത് മാറി വന്നിട്ടില്ല. ഇങ്ങനൊരു മൊബൈൽ വെറ്റിനറി യൂണിറ്റിന് 475 രൂപ ഹോസ്പിറ്റലിൽ വന്നാലും 950 രൂപ വീട്ടിൽ പോയി ചികിത്സിക്കുന്നതിനും ഈടാക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് ജനങ്ങൾക്ക്, ഇവിടുത്തെ ശ്രീശമരത്തെ കർഷകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഇരുട്ടടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇത് ഇവിടുന്ന് ഒഴിവാക്കി തരണമെന്നാണ് നമ്മുടെ ആവശ്യം. ഇത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ നല്ല ശക്തമായിട്ടുള്ള സമരപരിപാടിയുമായിട്ട് കർഷക കോൺഗ്രസ് മുന്നോട്ട് പോകും. ഇത് ഹോസ്പിറ്റലിൽ അടച്ചു പൂട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ഒരു സംശയവും വേണ്ട. ഹോസ്പിറ്റലിലേക്ക് അടച്ചു പൂട്ടുന്ന തരത്തിലേക്കുള്ള നടപടികൾക്ക് പാർട്ടി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനൊരു മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ ശ്രീശമരത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഈ മൃഗാശുപത്രിക്കെതിരെ ഉണ്ടാവും. അതേസമയം സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിരക്കുകളാണ് QR കോഡ് സ്കാൻ ചെയ്ത് അടയ്ക്കേണ്ടതെന്നും അത് വ്യക്തിപരമായ അക്കൗണ്ടുകളിലേക്കല്ല മറിച്ച് മൃഗസംരക്ഷണ വകുപ്പിലേക്കാണ് എത്തുന്നതെന്നും വെറ്റിനറി സർജൻ ഡോക്ടർ ആശ മെറീന കുര്യാക്കോസ് പറഞ്ഞു. MVU 2.0 സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിരക്കുകളാണ് QR കോഡ് സ്കാൻ ചെയ്തിട്ട് കർഷകർ അടയ്ക്കേണ്ടത്. അത് വ്യക്തിപരമായ അക്കൗണ്ടുകളിലേക്കല്ല പോകുന്നത്. ഇത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ്. അത് രാത്രി കാലങ്ങളിൽ അടിയന്തരമായിട്ട് വരുന്ന ആവശ്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ഓമന മൃഗങ്ങൾക്ക് അത്യാവശ്യമല്ലാത്ത ചികിത്സകൾ പകൽ സമയത്ത് മൃഗാശുപത്രിയിൽ വന്നാൽ സൗജന്യമായി നൽകുന്നതുമാണ്. രാത്രികാലങ്ങളിൽ അടിയന്തരമായ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുവാൻ വേണ്ടി ഏർപ്പെടുത്തിയതാണ് ഇത്. പകൽ സമയങ്ങളിൽ ഓമന മൃഗങ്ങൾക്കായി ചികിത്സ ആശുപത്രികളിൽ സൗജന്യമാണെന്നും സർജൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായ MVU എത്തിയതിനു ശേഷം സൗജന്യ രാത്രികാല ചികിത്സാ സേവനങ്ങൾ സർക്കാർ തന്നെ നിർത്തലാക്കിയതാണെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സബ്സിഡി നിരക്കിലുള്ള മരുന്നുകൾ രാത്രികാലങ്ങളിൽ അടിയന്തര ചികിത്സാ ചെലവ് നൽകി തന്നെ ചെയ്യണമെന്നുള്ള നിർദ്ദേശം വന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക പറഞ്ഞു. വീട്ടുപടിക്കൽ ചികിത്സയ്ക്കായി എത്തുന്നതിനാൽ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഒന്ന് തന്നെയാണ് ഇത്. തെറ്റായ രീതിയിലുള്ള പ്രചാരണമാണ് ഇത് സംബന്ധിച്ച് നടക്കുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു. നമുക്ക് ഈ ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായ മൊബൈൽ ആംബുലൻസ് യൂണിറ്റ് 2 ബ്ലോക്കുകളിലാണ് ആദ്യം വന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ 5 ബ്ലോക്കുകളിൽ പാലക്കാട് ജില്ലയിൽ മൊബൈൽ ആംബുലൻസ് യൂണിറ്റ് അനുവദിക്കുകയും അത് ബ്ലോക്ക് തലമാണ്. അത് അനുവദിച്ചതിനെ തുടർന്ന് നമ്മുടെ മുൻപുള്ള രാത്രികാല സേവനം ആ ഒരു പദ്ധതി നമുക്ക് സർക്കാർ തന്നെ നിർത്തലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മൊബൈൽ ആംബുലൻസ് യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അന്ന് നമ്മൾ മൊബൈൽ ആംബുലൻസ് യൂണിറ്റിൻ്റെ NVU അടക്കമുള്ള ഓർഡറുകളിലൊക്കെ നമ്മുടെ പെയ്ഡ് ആയിട്ടുള്ള ചികിത്സയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം സബ്സിഡി നിരക്കിലുള്ള മരുന്നുകളുമാണ്. ഡോക്ടറുടെയും നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാരിലേക്കാണ് നമ്മൾ പൈസ അടയ്ക്കുന്നത്. പക്ഷേ അത് സൗജന്യമായ നിരക്കാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ മൃഗങ്ങൾക്കും ഓരോ തരത്തിലുള്ള എമൗണ്ടാണ്. അപ്പോൾ അടിയന്തര സാഹചര്യത്തിലാണ് നമ്മൾ രാത്രി, കാരണം ഒരു പശുവിൻ്റെ പ്രസവം അനുബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ജീവൻ പ്രശ്നമായ അത്രയും അടിയന്തര ഘട്ടത്തിലാണ് നമ്മളുടെ രാത്രികാല സേവനം വീട്ടുപടിക്കലിൽ എത്തിക്കുക എന്ന സർക്കാരിൻ്റെ തീരുമാനം ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാണ്. അത് തെറ്റിദ്ധാരണകൾ പരത്തുന്ന മെസ്സേജുകളൊക്കെ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വിശദീകരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണമായും നമ്മളുടെ ഏത് ജീവിയായാലും അവർ അടിയന്തര കാര്യങ്ങൾക്കാണ് നമ്മുടെ ഒരു ഡോക്ടറും വാഹനത്തിൻ്റെ ഡ്രൈവറും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഡോക്ടർക്കെതിരെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മാളവിക ഡോക്ടർ ഇന്ന് പ്രസിഡന്റിന് പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പരിശോധിക്കാനും എത്തിയിട്ടുള്ളത്. ബസ് യാത്രയ്ക്കിടെ കളഞ്ഞു കിട്ടിയ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് നൽകി മണ്ണാർക്കാട് സാമിയ സിൽക്സിലെ ജീവനക്കാരി സുമിത്ര നാടിന് അഭിമാനമായി. കണ്ടമംഗലത്ത് നിന്ന് മണ്ണാർക്കാട്ടേക്കുള്ള യാത്രയ്ക്കിടെ തിങ്കളാഴ്ചയാണ് സംഭവം. ആരുടെയും ഒന്നും എടുക്കരുതെന്ന് ഞങ്ങളുടെ ബോസ് ഇസഹാക്ക് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് സുമിത്ര. ജോലിക്കായി രാവിലെ കണ്ടമംഗലത്ത് നിന്ന് മണ്ണാർക്കാടേക്ക് റിയാസ് ബസ്സിൽ വരുമ്പോഴാണ് ഇറങ്ങാൻ നേരം കാലിൽ എന്തോ വീണതുപോലെ തോന്നിയത്. നോക്കിയപ്പോൾ മാലയായിരുന്നു. അതെടുത്ത് ആരുടെയെന്ന് ചോദിച്ചെങ്കിലും ആളെ കിട്ടിയില്ല. അപ്പോഴേക്കും കണ്ടക്ടർ ഇറങ്ങാൻ ആവശ്യപ്പെട്ട് തിരക്കു കൂട്ടിയതിനാൽ ഇറങ്ങി.
ബസ് പോവുകയും ചെയ്തു. ബസ് ഇറങ്ങിയ സുമിത്ര ആഭരണം ട്രാഫിക് പോലീസിനെ ഏൽപ്പിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മണ്ണാർക്കാട് ബ്യൂട്ടി പാർലറിലെ ജീവനക്കാരി അനുവിന്റേതാണ് മാലയെന്ന് കണ്ടെത്തി. തുടർന്ന് ഇരുവരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് സുമിത്ര മാല അനുവിന് കൈമാറി. മണ്ണാർക്കാട്ടേക്കുള്ളത് കണ്ണമംഗലം ബസ് മണ്ണാർക്കാട്ടേക്ക് വരുന്ന ബസ്സിലാണ് കയറിയത്. അപ്പോൾ ബസ്സിൽ നിന്ന് ഇവിടെ വന്ന് ഇറങ്ങിയാക്കുമ്പോൾ പിന്നെ തിരക്ക് കാരണം കൊണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിയതും ഒരു മാല പൊട്ടി താഴെ വീണു. അപ്പോൾ കാലിക്കാണ് വീണത്. അപ്പോൾ ഞാൻ അതെടുത്തു. ഇത് ആരുടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ബസ്സുകാർ പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഞങ്ങൾ ബോസ് പഠിപ്പിച്ചു ആരുടെയും ഒന്നും എടുക്കരുതെന്ന്. മാല തിരിച്ചു കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ടെന്നും സുമിത്രയോട് നന്ദി അറിയിക്കുന്നതായും അനു പറഞ്ഞു. ഞാൻ കണ്ടമംഗലത്ത് നിന്ന് മണർക്കാടിൽ വരുന്ന ബസ് യാത്രയിൽ എൻ്റെ മാല നഷ്ടപ്പെട്ടു. ഞാനിവിടെ കോട്ടിപ്പടിയിൽ പാർലറിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ പാർലറിൽ വന്ന് നോക്കിയതിന് ശേഷം എൻ്റെ കഴുത്തിൽ മാലയില്ലായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ അറിയണത് മാല ഒരു കുട്ടിക്ക് കിട്ടിയത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിരുന്നു. ആ മാല എനിക്ക് സ്റ്റേഷനിൽ തിരികെ കിട്ടിയിട്ടുണ്ട്. നന്ദി ഒരുപാട് ആ കുട്ടിക്ക്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സുധാ തെക്കേമഠം അർഹയായി. സുധാ തെക്കേമഠം രചിച്ച ഡുവാർഡ് ഹണ്ടർ 01 എന്ന ബാലസാഹിത്യത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. പൊതുവിദ്യാലയങ്ങളിലെ എഴുത്തുകാരായ അധ്യാപകരുടെ മികച്ച പുസ്തകങ്ങൾക്കാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സാഹിത്യ പുരസ്കാരം നൽകുന്നത്. സർഗാത്മകത സാഹിത്യം, വൈജ്ഞാനിക സാഹിത്യം, ബാലസാഹിത്യം എന്നീ മേഖലകളിലെ മികച്ച കൃതികളാണ് പുരസ്കാരത്തിനായി പരിഗണിക്കുക. ഇതിൽ ബാലസാഹിത്യ വിഭാഗത്തിലാണ് നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ UP വിഭാഗം അധ്യാപിക സുധാ തെക്കേമഠത്തിന് പുരസ്കാരം ലഭിച്ചത്. ഇവർ രചിച്ച ഡുവാർഡ് ഹണ്ടർ 01 എന്ന ബാലസാഹിത്യ കൃതിക്കാണ് പുരസ്കാരം. 10,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ആനുകാലികങ്ങളിലും സമൂഹമാധ്യമങ്ങളിലും സ്ഥിരമായി എഴുതാറുണ്ട്. 2024 അധ്യാപക ലോകം അവാർഡ് ലതാനിലയം ഒറ്റപ്പാലം PO എന്ന ചെറുകഥ സമാഹാരത്തിന് ലഭിച്ചിട്ടുണ്ട്. ചെറുകഥയ്ക്കുള്ള കമലാ സുരയ്യ പുരസ്കാരം ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പും വിദ്യാരംഗവും സംഘടിപ്പിച്ച കഥാരചനാ മത്സരത്തിൽ സമ്മാനാർഹയായിട്ടുണ്ട്. ചെറു സിനിമകൾക്കും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സുധാ തെക്കേമഠം പ്രതികരിച്ചു. ഈ വർഷത്തെ മുണ്ടശ്ശേരി സാഹിത്യ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് ഇന്നലെ. അതിൽ ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരമാണ് കിട്ടിയത്. എൻ്റെ ഡുവാർഡ് ഹണ്ടർ 01 എന്ന് പറഞ്ഞ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നോവലുണ്ട്. അതിനാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മള് കുട്ടികൾക്ക് വേണ്ടി എഴുതുമ്പോൾ അതൊരിക്കലും ഒരു കുട്ടി ആസ്വദിക്കുന്ന തരത്തിലായിരിക്കരുത്, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് മാത്രം ആസ്വദിക്കാൻ കഴിയുന്നത് ഒരിക്കലും കുട്ടികളുടെ രചനയല്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ വലിയവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ഞാൻ എഴുതുന്നതെല്ലാം. ഇതുവരേക്കും 4 പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പുസ്തകമാണ് ഡുവാർഡ് ഹണ്ടർ 01. അതിന് തന്നെ ഈ മുണ്ടശ്ശേരി മാഷിന്റെ സ്മരണാർത്ഥമുള്ള പുരസ്കാരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്, അവർ പറയുന്ന കഥകൾ കേൾക്കാറുണ്ട്. അവയിലൂടെ ഞാൻ അവരെ അറിയാനും അവർക്ക് എന്നെ അറിയാനുള്ള ഒരുപാട് സാഹചര്യങ്ങളും നൽകാറുണ്ട്. അത്തരത്തിലുള്ള ഒരു പുസ്തകത്തിന് തന്നെ ഈ പുരസ്കാരം കിട്ടിയതിലുള്ള സന്തോഷം നിസ്സീമമാണ്. നമ്മൾ എഴുതുന്നതിനുള്ള ഒരു തിരിച്ചറിയപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നതിനൊരു പരിഗണന ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ചെറിയ സമ്മാനമായാലും വലിയ സമ്മാനമായാലും നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണല്ലോ. അങ്കണവാടികളിലെ ഉച്ചഭക്ഷണ പരിഷ്കരണം തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലും നടപ്പായി. ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് KPM സലീം നിർവഹിച്ചു. ആഴ്ചയിൽ ഒരിക്കൽ മുട്ട ബിരിയാണി ഇനി കുട്ടികൾക്ക് നൽകും. സംസ്ഥാനതലത്തിൽ അങ്കണവാടികളിലെ ഉച്ചഭക്ഷണ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലും പരിഷ്കരണം നടപ്പാക്കുന്നത്. കൊടക്കാട് ചെകിടിയിൽക്കുളമ്പ് അങ്കണവാടിയിൽ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് KPM സലീം നിർവഹിച്ചു. അങ്കണവാടികൾ നമുക്കറിയാം, നമ്മുടെ നാടിന്റെ ഏറ്റവും ബൃഹത്തായ ആരോഗ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഒരു കേന്ദ്രമാണ് അങ്കണവാടി എന്ന് പറയുന്നത്. ഗർഭിണികളാവട്ടെ, വനിതകളാവട്ടെ, കൗമാരപ്രായക്കാരാവട്ടെ, കൊച്ചുകുട്ടികളാവട്ടെ, മുതിർന്നവരാവട്ടെ, ഭിന്നശേഷിക്കാരാവട്ടെ, എല്ലാവരുടെയും ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സർക്കാർ പദ്ധതികളും നടപ്പിലാക്കുന്ന കേന്ദ്രങ്ങളാണ് നമ്മുടെ അംഗൻവാടികൾ എന്ന് പറയുന്നത്. വാർഡംഗം AK വിനോദ് അധ്യക്ഷനായി. ICDS സൂപ്പർവൈസർ K രമാദേവി, ടീച്ചർ ശാലിനി തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്തിലെ 26 അംഗനവാടികളിലെയും കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരിക്കലിനി
മുട്ട ബിരിയാണി നൽകും. മണാർക്കാട് ലയൺസ് സംഘടിപ്പിക്കുന്ന കലാഭിവന്ദനം 2025 വ്യാഴാഴ്ച വൈകിട്ട് 5-ന് നെല്ലിപ്പുഴ പാലാട്ട് റെസിഡൻസിയിൽ നടത്തും. വിവിധ മേഖലകളിൽ ദേശീയതലം വരെ അംഗീകാരം ലഭിച്ചവരെ ആദരിക്കുന്ന ചടങ്ങാണ് കലാഭിവന്ദനം എന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവും ആർട്ട് ഡയറക്ടറുമായ മോഹൻദാസ്, രാഷ്ട്രപതിയുടെ മെഡൽ നേടിയ SP ഫിറോസ് എം ഷഫീഖ്, ഡോക്ടർ ഷിബു, സംസ്ഥാന അവാർഡ് നേടിയ P ഗിരീഷ്, കലാസേവനം, സാമൂഹിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെയും ബിസിനസ് രംഗത്തെ പ്രമുഖരായ ലയൺസ് ക്ലബ് അംഗങ്ങൾ, മുതിർന്ന മാധ്യമ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിക്കും. മണ്ണാർക്കാട് ലയൺസ് ക്ലബ്ബ് കലാഭിവന്ദനം 2025 എന്ന പേരിൽ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയാണ്. മറ്റന്നാൾ 11-ാം തീയതി വൈകുന്നേരം 5:30-നാണ് പാലാട്ട് റെസിഡൻസി ഹാളിൽ വെച്ച് പ്രസ്തുത ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള യുവജനങ്ങൾക്ക് ഒരു പ്രോത്സാഹനമാകുക, സാമൂഹികമായി ജീവിക്കുക, മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, അത്തരത്തിലുള്ള ഒരു ആശയം അവരുടെ മനസ്സിലേക്ക് വരുന്നതിന് വേണ്ടി മണ്ണാർക്കാട്ടുകാരായ ദേശീയ അവാർഡുകൾ ലഭിച്ച ആൾക്കാരെ അനുമോദിച്ച് ഒരു പ്രചോദനം ലഭിക്കുക എന്നുള്ളതാണ് ക്ലബ്ബ് ഇതുകൊണ്ട് വിചാരിക്കുന്നത്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2018 എന്ന ചിത്രത്തിന് ലഭിച്ച നമ്മുടെ പ്രിയപ്പെട്ട മോഹൻദാസ്, അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ അവാർഡ് ലഭിച്ച ഫിറോസ് സാറ്, മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലുകൾ ലഭിച്ച ആൾക്കാരുണ്ട്. അതുപോലെ നമ്മുടെ ക്ലബിലെ തന്നെ ബിസിനസ് ഐക്കൺസായ ആൾക്കാർ, കൂടാതെ മുതിർന്ന പത്രപ്രവർത്തകർ, അധ്യാപക അവാർഡ് ലഭിച്ച പ്രിയപ്പെട്ട ഗിരീഷ് മാഷ് തുടങ്ങിയ ആൾക്കാരെ ആദരിക്കുക, അവരെ അനുമോദിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്ന കാര്യം. അതാണ് മറ്റന്നാൾ ഇവിടെ നടക്കുന്ന ചടങ്ങ് എന്ന് പറയുന്നത്. N. ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്യും. ആലങ്കോട് ലീലാകൃഷ്ണൻ, KTDC ചെയർമാൻ PK ശശി, നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ, ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും. സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ ഞങ്ങളുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെട്ടുള്ള ഒരു ക്ലബ്ബാണ് മണ്ണാർക്കാട് ലയൺസ് ക്ലബ്ബ്. ലയൺസ് ക്ലബ്ബ് ഈ പുതുതലമുറയ്ക്ക് ഒരു പ്രചോദനം എന്ന രീതിയിലാണ് ഇന്ന് ഈ നമ്മുടെ മണ്ണാർക്കാട് ആദ്യമായിട്ട് ഒരു നാഷണൽ അവാർഡ് വാങ്ങിത്തന്ന ലയൺ മോഹൻദാസിനെ ആദരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ പരിപാടി ഞങ്ങൾ തുടക്കം കുറിച്ചപ്പോൾ മണ്ണാർക്കാടുകാരെ ഒട്ടനവധി പേർക്ക് രാഷ്ട്രപതിയുടെ മെഡലുകളും മുഖ്യമന്ത്രിയുടെ മെഡലുകളും മറ്റ് പല മെഡലുകളും ഇന്നലെ രാത്രി തന്നെ ഗിരീഷ് മാഷിന് നമ്മുടെ സംസ്ഥാന അവാർഡ് കൊണ്ട് കിട്ടി. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു നല്ലൊരു പരിപാടിയാണ് നാളത്തെ ഈ പരിപാടി. അത് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ ഒരു പരിപാടിക്ക് മാധ്യമ പ്രവർത്തകരായ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. ലയൺസ് ക്ലബ് പ്രസിഡന്റ് സാംസൺ സെബാസ്റ്റ്യൻ, ഡോക്ടർ S. ഷിബു, PM സുബ്രഹ്മണ്യൻ, ഷൈജു ചെറയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ തെരുവുനായകളുടെ ശല്യത്തിന് പരിഹാരവുമായി വെൽഫെയർ പാർട്ടി. പ്രശ്നം പരിഹരിക്കാൻ ആവശ്യപ്പെട്ട് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പാർട്ടി ഭാരവാഹികൾ നിവേദനം നൽകി. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും തെരുവുനായ ശല്യം രൂക്ഷമാണ്. തെരുവുനായ്ക്കൾ കാരണം യാത്രക്കാർക്ക് പ്രയാസമാണ്. പുലർച്ചെയാണ് തെരുവുനായ്ക്കളുടെ ശല്യം കൂടുതൽ. അതിരാവിലെ സ്റ്റേഷനിലെത്തുന്ന ട്രെയിൻ യാത്രക്കാർക്ക് തെരുവുനായ്ക്കൾ വലിയ ശല്യമാണ്. കേരള പഞ്ചായത്തി രാജ് ആക്ട് 1994 പ്രകാരം ഗ്രാമപഞ്ചായത്തിന് പൊതുസുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഭരണഘടനാപരമായ ബാധ്യത ഉണ്ട്. തെരുവുനായ്ക്കളെ പിടികൂടി 2001 ABC റൂൾസ് പ്രകാരം അടിയന്തരമായി പഞ്ചായത്ത് ഇടപെടണമെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സൈദാലി വലമ്പൂർ, വൈസ് പ്രസിഡന്റ് സക്കീർ അരിപ്ര തുടങ്ങിയവർ ചേർന്ന് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. പൂക്കോട്ടുകാവ് വിനീഷ് സാന്ത്വന പരിചരണ കേന്ദ്രത്തിന് ഇനി ആംബുലൻസും. K. പ്രേംകുമാർ MLAയുടെ പ്രാദേശിക ഫണ്ടിൽ നിന്ന് അനുവദിച്ച ആംബുലൻസിന്റെ സമർപ്പണം നടന്നു. 16,60,000 രൂപ ചെലവഴിച്ച ആംബുലൻസിന് 5 ലക്ഷത്തോളം രൂപയോളം ജനങ്ങളിൽ നിന്ന് പിരിച്ചാണ് ഇന്റീരിയർ വർക്ക് നടത്തിയത്. രോഗികൾക്കായി മാത്രമായിരിക്കും ഈ ആംബുലൻസ് സർവീസ് നടത്തുക. ചടങ്ങിൽ പൂക്കോട്ടുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് P. ജയശ്രീ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി P. ആഷിഫ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരിശങ്കർ മുന്നൂർക്കോട്, കുഞ്ചൻ നമ്പ്യാർ സ്മാരകം ചെയർമാൻ K. ജയദേവൻ, പാലിയേറ്റീവ് പ്രസിഡന്റ് വള്ളൂർ രാമകൃഷ്ണൻ, സെക്രട്ടറി സുനിൽ കുമാർ എന്നിവർ സംസാരിച്ചു. ഈ പാലിയേറ്റീവ് സൊസൈറ്റി അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. പാലിയേറ്റീവ് സൊസൈറ്റി ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടല്ല. 2012 വിനീഷ് നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നമുക്ക് നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ
യുവജന സംഘടനാ പ്രവർത്തനത്തിന്റെ ചുമതലയിൽ ശ്രീശൂരം ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നയാളായിരുന്നു ഞാൻ. സ്വാഭാവികമായും ഇവിടുത്തെ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൽ MLA എന്ന നിലയിൽ എങ്ങനെയാണ് നമുക്ക് ഇടപെടാനാവുക എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുകയും ഇതിന്റെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന സുനിലേട്ടനോട് പാലിയേറ്റീവിന് ഒരു ആംബുലൻസ് നൽകുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. കഥകളി മേളാചാര്യ പുരസ്കാരം കല്ലൂർ രാമൻകുട്ടി മാരാർക്ക് നൽകും. ഒക്ടോബർ 12 ഞായറാഴ്ച കാറൽമണ്ണ കുഞ്ചുനായർ മെമ്മോറിയൽ ട്രസ്റ്റ് ഹാളിൽ നടക്കുന്ന യോഗത്തിൽ പുരസ്കാരം സമ്മാനിക്കും. കഥകളിച്ചണ്ടയിലെ അനന്യങ്ങളായിരുന്ന കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ, കോട്ടയ്ക്കൽ കുട്ടന്മാരാർ, കലാമണ്ഡലം അച്ചുണ്ണി പൊതുവാൾ, പല്ലശന ചന്ദ്രമന്നാടിയാർ എന്നിവരുടെ സ്മരണാർത്ഥം നൽകിവരുന്ന കഥകളി മേളാചാര്യ പുരസ്കാരം ഈ വർഷം തായമ്പകാചാര്യൻ കല്ലൂർ രാമൻകുട്ടി മാരാർക്ക് സമർപ്പിക്കും. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മേളാചാര്യ ട്രസ്റ്റിൻ്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഈ വരുന്ന ഒക്ടോബർ 12 ഞായറാഴ്ച കാറൽമണ്ണ കുഞ്ചുനായർ മെമ്മോറിയൽ ട്രസ്റ്റ് ഹാളിൽ നടക്കുന്ന യോഗത്തിൽ വച്ച് പുരസ്കാരം സമർപ്പിക്കുമെന്ന് സെക്രട്ടറി കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, വെള്ളിനേഴി ആനന്ദ്, കലാമണ്ഡലം ശിവദാസൻ എന്നിവരടങ്ങുന്ന പുരസ്കാര നിർണയ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. ഇനി വാണിജ്യ വാർത്തകൾ. ഏതു വാങ്ങിയാലും 169 രൂപ മാത്രം. വിലക്കുറവിന്റെ മഹാത്ഭുതവുമായി ന്യൂ ചെന്നൈ ഷോപ്പിംഗ് സ്റ്റോൾ അങ്ങാടിപ്പുറത്ത് തുടങ്ങി. ഏറ്റവും വിലക്കുറവിൽ ആയിരക്കണക്കിന് സാധനങ്ങൾ വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. വിലക്കുറവിൻ്റെ മഹാ അത്ഭുതവുമായി ന്യൂ ചെന്നൈ ഷോപ്പിംഗ് സ്റ്റാൾ അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിലെ തളി ജംഗ്ഷന് സമീപത്തെ വിവ ഓഡിറ്റോറിയത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ടോയ്സ് ആൻഡ് ഗിഫ്റ്റ്, ടെഡി ബിയർ, ലേഡീസ് ഹാൻഡ് ബാഗുകൾ, സ്കൂൾ കോളേജ് ബാഗുകൾ, ലഗേജ് ബാഗുകൾ, സ്റ്റീൽ അലുമിനിയം ഇൻഡാലിയം പാത്രങ്ങൾ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ചവിട്ടികൾ തുടങ്ങിയവയും മറ്റനേകം സാധനങ്ങളും ഏറ്റവും വിലക്കുറവിൽ ഇവിടെ വിപണനത്തിന് എത്തിച്ചിട്ടുണ്ട്. ഏത് സാധനം എടുത്താലും 169 രൂപ മാത്രമാണ് വില. നല്ല സാധനങ്ങളുണ്ട്, കണ്ടിട്ട് തന്നെ നല്ല സാധനമായിട്ട് തോന്നുന്നുണ്ട്. ഈ റേറ്റിൽ സത്യം പറഞ്ഞാൽ നല്ല സാധനങ്ങളാണ്. പക്ഷെ ഇതിന് കൂടുതൽ തോന്നിക്കും നമുക്ക് വാങ്ങുമ്പോൾ. ഈ സാധനങ്ങൾ കാണാൻ ഇതിനേക്കാളും കുറച്ച് റേറ്റ് ഉള്ള സാധനങ്ങളാണ്, പക്ഷെ കുറച്ച് ഭയങ്കര റേറ്റ് കംഫർട്ടബിൾ ആയിട്ട് നല്ല സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഞാനൊരു ബാഗ് വാങ്ങി, ഇനി നാളെ എൻ്റെ ഭാര്യനെ കൂട്ടി വരാം. അപ്പോൾ ഭാര്യനെ കൂട്ടി വന്നിട്ട് അവർക്ക് പറ്റിയൊക്കെ എടുക്കട്ടെ. അപ്പം ഞാൻ ഇപ്പോൾ വന്നപ്പോൾ ഒക്കെ ആവശ്യമുള്ളത് ബാഗാണ്, അപ്പം ഞാൻ എടുത്തു. ഇനി വേറെ നാളെ വരാം. ഇപ്പോൾ വീട്ടുകാർ വന്നാൽ വീട്ടുകാർക്ക് പറ്റിയൊക്കെ അവരെടുത്തോളേ. നല്ല വിലക്കുറവിൽ സാധനം കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ അങ്ങാടിപ്പുറത്ത് ഇങ്ങനത്തെ ഒരു കട തുടങ്ങിയിട്ടില്ല, പെരുന്തമണ്ണൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. എല്ലാവർക്കും കയറി നോക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. സാധാരണക്കാരും ഇടത്തട്ടുകാരും ആഗ്രഹിക്കുന്ന വിലയിലുള്ള ആയിരക്കണക്കിന് സാധന സാമഗ്രികളാണ് ന്യൂ ചെന്നൈ ഷോപ്പിംഗ് ഹോം അപ്ലയൻസസിൽ ഉള്ളത്. ഏതേക്കാളും 169 കുറേ ഐറ്റംസ് ഉണ്ട്. ചെപ്പൽ, ബൊമ്മ, ഗിഫ്റ്റ് ഐറ്റംസ്, ടെഡി ബെയർ, ബക്കറ്റ്സ് എല്ലാം ഉണ്ട്. കുറേ ഐറ്റം ഉണ്ട്. ഏതെടുത്താലും 169. ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസവും സ്റ്റാൾ പ്രവർത്തിക്കും. അങ്ങാടിപ്പുറത്ത് ന്യൂ ചെന്നൈ ഷോപ്പിംഗ് 1 മാസം നീണ്ടു നിൽക്കും.
ഇനി മറ്റു വാർത്തകൾ. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അങ്കണവാടികളിലേക്ക് അടുക്കള ഉപകരണങ്ങളും കുട്ടികളുടെ അളവ് തൂക്ക ഉപകരണങ്ങളും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 38 അങ്കണവാടികൾക്കാണ് മിക്സി, കുട്ടികളുടെ അളവ് തൂക്ക ഉപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്തത്. ICDS സൂപ്പർവൈസർ നിർവഹണ ഉദ്യോഗസ്ഥനായി കുട്ടികളുടെ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. 2,30,000 രൂപയാണ് പഞ്ചായത്ത് പദ്ധതിക്കായി വകയിരുത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്കണവാടി ടീച്ചർമാർ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. സ്ഥിരസമിതി അധ്യക്ഷൻ പി മുഹമ്മദ് കാസിം അധ്യക്ഷനായി. സ്ഥിരസമിതി അധ്യക്ഷ MM ബിന്ദു, ICDS സൂപ്പർവൈസർ ലക്ഷ്മി ദാമോദർ, വാർഡ് മെമ്പർമാരായ PU വിനീത, A വിജിത, PB ധന്യ, T ഗ്രീഷ്മ, K കൃഷ്ണപ്രകാശ്, P ഗംഗാധരൻ, അങ്കണവാടി ടീച്ചർ N രാധ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണാർക്കാട് നെല്ലിപ്പുഴ DHSSൽ മെഗാ ഓണസദ്യ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ഉൾപ്പെടെയുള്ള 5000 പേർ സദ്യയിൽ പങ്കാളികളായി. വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ 4200 പേർക്കൊപ്പം ആരോഗ്യവകുപ്പ്, പോലീസ്, MPD, എക്സൈസ്, വനം, വിദ്യാഭ്യാസ വകുപ്പ്, നഗരസഭ, KSEB, മീഡിയ പ്രവർത്തകർ തുടങ്ങിയവരും ഓണസദ്യ കഴിച്ചു. 19 ഇനം വിഭവങ്ങളോട് ഒരുക്കിയ സദ്യ PTA, മാനേജ്മെന്റ്, സ്റ്റാഫ് എന്നിവർ ചേർന്നാണ് വിളമ്പിയത്. സ്കൂൾ മാനേജർ K സമദ് ഹാജി, PTA പ്രസിഡന്റ് C മുഹമ്മദ് ബഷീർ, കൗൺസിലർ ഇബ്രാഹിം, PTA വൈസ് പ്രസിഡന്റ് അസ്ലം പാലൂർ, പ്രിൻസിപ്പൽ K മുഹമ്മദ് കാസിം, ഹെഡ് മിസ്ട്രസ് KM സൗദത്ത് സലീം, KPS സലീം, K സുലൈഖ, സ്റ്റാഫ് സെക്രട്ടറിമാരായ K മുനീർ, CP മൊയ്തീൻ, T ഷഫ്ന തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അധ്യാപക ദിനം ആചരിച്ചു. NSS വോളണ്ടിയർമാർ തയ്യാറാക്കിയ ആശംസാ കാർഡുകളും സ്നേഹസമ്മാനങ്ങളും നൽകിയാണ് അധ്യാപകരെ ആദരിച്ചത്. തുടർന്ന് വിവിധ കലാപരിപാടികളും അധ്യാപകർക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ സലീം, സീനിയർ അധ്യാപിക രാധ എന്നിവർ സംസാരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ അൽഫിന സെബാസ്റ്റ്യൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് നഗരസഭയിലെ നായാടിക്കുന്ന് വാർഡിൽ നടത്തിയ നിർമ്മാണ പ്രവൃത്തികളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്താൻ കൗൺസിൽ തീരുമാനം. CPM ലോക്കൽ സെക്രട്ടറി കൂടിയാണ് മൻസൂർ. രേഖാമൂലം പരാതി ലഭിച്ച സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് ചെയർമാൻ. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് മൻസൂർ. ഒറ്റപ്പാലം നഗരസഭയിലെ കരട് വോട്ടർ പട്ടികയേക്കാൾ ക്രമവിരുദ്ധമാണ് അന്തിമ വോട്ടർ പട്ടികയെന്ന് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി. അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിട്ടും നഗരസഭാ സെക്രട്ടറി CPMന് വേണ്ടി വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചെന്നും ലീഗ് നേതാക്കൾ. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും നിലവിൽ മെമ്പറുമായ കൊറോഡൻ റംല CPMൽ നിന്നും രാജിവെച്ചു. സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണെന്നും രാജിക്ക് പിന്നിൽ ആരുടെയും പ്രേരണ ഇല്ലെന്നും റംല. ദീർഘകാലം മുസ്ലിം ലീഗിന്റെ പ്രവർത്തക കൂടിയായിരുന്നു കൊറോഡൻ റംല. കൊപ്പം ടൗണിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം നടപ്പാക്കും. സിഗ്നൽ സ്ഥാപിക്കാൻ റോഡ് സേഫ്റ്റി കൗൺസിലിന്റെ അനുമതി. തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. മുണ്ടൂർ തൂതപാതയിലെ തിരുവാഴിയോട് ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവാകുന്നു. ജംഗ്ഷനിൽ നടപ്പാക്കിയത് അശാസ്ത്രീയമായ ഗതാഗത പരിഷ്കരണമെന്ന ആക്ഷേപം. റൗണ്ട് ആനകൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതായി ഡ്രൈവർമാരും നാട്ടുകാരും. വൈജ്ഞാനിക നിയമസഭാ മണ്ഡലമാകാൻ പട്ടാമ്പി. പദ്ധതികൾ തയ്യാറാക്കാൻ തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നുള്ള വിദഗ്ധ സംഘം പട്ടാമ്പിയിൽ. ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളാണ് ലക്ഷ്യമെന്ന് MLA.